എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഡേ ഹൗ ഐ സ്പെൻഡ് മൈ വിഷു ഡേ ആണ്. സോ രാവിലെ എന്നത് ഈ കണിയൊക്കെ ഒരുക്കി വെച്ച് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത് വൈനോട്ട് നമുക്ക് വീട്ടിലെ റിയോനെയും കൂടെ വിഷുക്കണി കാണിച്ചായിരുന്നു. അവനെയും കൊണ്ടുവന്ന് കണി കാണിച്ചു. പക്ഷെ അവൻ ആദ്യം തന്നെ എന്നെയാണ് നോക്കിയത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിൽ പൂച്ച ടാനിയെ നോക്കിയിട്ട് കണ്ടില്ല. അവൾക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ പുറകെ ആയിരുന്നു. അവളെ വിളിച്ചിട്ട് കണ്ടില്ല. അപ്പോൾ ഇവനെ കാണിക്കാന്ന് വെച്ചാൽ ഇവനെ കാണിച്ചു. ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. സോ രാവിലെ എന്നെ കണ്ടിട്ട് അച്ഛന് ഭയങ്കര ചിരിയായിരുന്നു. ഇത് എന്ത് കോലമാണ്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇത് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് ദോശ, ഇഡലി, സാമ്പാറൊക്കെയാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. സോ ഒരു ഇഡലിയിൽ അങ്ങ് തീർക്കാമെന്ന് വെച്ചു. അങ്ങനെ വിഷുക്കണി കണ്ടിട്ടൊക്കെ എനിക്ക് വിഷുക്കൈ നീട്ടം കിട്ടിയായിരുന്നു കേട്ടോ. ഒരു 10-500 രൂപയോളം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇനി രാവിലെ തന്നെ സാരി ഉടുപ്പിക്കുവാണ് അമ്മ. അവർക്ക് ഇനി അമ്മ വീട്ടിലോട്ടും പോകണം. ഞാൻ അമ്പലത്തിലോട്ടും പോകാമെന്ന് വെച്ചു. അങ്ങനെ അമ്മയ്ക്ക് ലേറ്റ് ആവുമെന്ന് വെച്ചുകൊണ്ട് തന്നെ ആദ്യം സാരി ഉടുത്തിട്ട് മേക്കപ്പൊക്കെ ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. ഇതാണ് സാരി ലുക്ക്. ഇത് അമ്മയുടെ ഒരു പഴയ സാരിയാണ്. ഞാൻ പുതിയതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഇത് ഉടുത്ത് അങ്ങ് പോകാമെന്ന് വെച്ചു. അങ്ങനെ സാരി എല്ലാം ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് അവരിനി നേരെ അമ്മ വീട്ടിലോട്ടും പോകും. ഞാൻ ഇനി നേരെ അമ്പലത്തിലോട്ടും പോകും. അമ്പലത്തിലോട്ട് പോകാൻ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8:30-9 ഒക്കെ ആയിരുന്നു. നല്ല ലേറ്റായി. സ്റ്റിൽ ടൈം നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ട്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഈ സാരി ലുക്ക്. ആൻഡ് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ കയറിയാൽ കാണാൻ പറ്റും. അതിനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ട്. എനിക്ക് ഫോളോവേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ട്. താങ്ക് ഗോഡ്. അമ്പലത്തിൽ വെച്ചെടുത്ത വീഡിയോ ഉണ്ടാവാം. അത് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിഷുവിനെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം കേട്ടോ. എനിക്കത് വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ആൻഡ് നല്ല ചൂട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ അവിഞ്ഞ് പുകയുന്നുണ്ട്. നല്ല ചൂടേ. അയ്യോ നോക്ക്, നീർത്തൊലിക്കത്. ഞാനങ്ങനെ എൻ്റെ സ്കൂട്ടിയിലാണ് അമ്പലത്തിലോട്ട് പോയത്. ഞാൻ ഏത് സ്പെഷ്യൽ ഡേയ്സ് ആണെങ്കിലും ഞാൻ അമ്പലപ്പുഴയിലാണ് പോകാറുള്ളത് കേട്ടോ. ഈ ക്യൂ കണ്ടോ? ഈ ക്യൂ മൊത്തം അകത്ത് നടയിൽ കയറി തൊഴാനുള്ളതാണ്. അത് കഴിഞ്ഞ് അമ്പലക്കുളം നോക്കിയപ്പോൾ അവിടെ എല്ലാം വറ്റിച്ചിട്ടേക്കോ, വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അമ്പലപ്പുഴയിൽ കാണിക്കുന്നത്. ഞാനൊരു 9 o'clock ഒക്കെ അപ്പോൾ എത്തിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുന്നത് 12 o'clock കഴിഞ്ഞിട്ടാണ്. അത്രയും നേരം ഞാൻ അമ്പലത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണുന്നപ്പോൾ സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ സമയം അത്രയായി. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് കുറച്ച് വീഡിയോസ് എടുത്തതെന്ന് ഞാൻ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ്. പക്ഷേ എപ്പോഴത്തേയും പോലും ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ല. വളരെ കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും എവിടെയായിരുന്നു എനിക്കൊരു ഐഡിയയുമില്ല. തിരിച്ചിതേ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു, അൺസൈക്കബിൾ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ ഡ്രസ്സ് മാറാമെന്ന് വെച്ചു. സോ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിരുന്നു. എനിക്ക് ഇത്രയും വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല ബിസിയായിരുന്നു. എനിക്കാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.